രാഹുൽ ഈശ്വർ, നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ജിഹാദി ഫണ്ട് കിട്ടുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കേട്ട വിമർശനം മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ളതായിരുന്നു. ഇനി രണ്ട്, ജിഹാദി എന്ന വാക്ക് എന്താ അതിന്റെ അർത്ഥം നോക്കാം. മോദിജിയെ നമുക്കെല്ലാം വിശ്വാസമുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, ഇലക്ടഡ് പ്രധാനമന്ത്രിയാണ്. മോദിജി പഹൽഗാം ഇൻസിഡന്റിന് ശേഷം ആലോചിക്കണം, 26ഓളം ഹിന്ദുക്കളെ ഹിന്ദുവാണോ എന്ന് നോക്കി വെടിവെച്ച് കൊന്നതിന് ശേഷം ലോകം മുഴുവൻ ഉണ്ടായ ഔട്ട്റേജിനെ അഡ്രസ് ചെയ്യാൻ ശശി തരൂർ അടക്കമുള്ള ഒരു ടീമിനെ വിട്ടിരുന്നു. ആ ശശി തരൂരിന്റെ ടീമിലടക്കം പ്രധാനിയായി ഉണ്ടായിരുന്നത് മോദിജിയുടെ സുഹൃത്തായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട MJ അക്ബർ ആയിരുന്നു. MJ അക്ബർ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധിയാണ് എന്നാണ്. ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധി എന്നാണ്. ആ ജിഹാദിന്റെ അർത്ഥം ധർമ്മയുദ്ധം എന്നാണ്, ക്രൂസൈഡ് എന്നാണ്. നമുക്ക് മുസ്ലിം സമൂഹത്തെ അന്യായമായി ആക്രമിക്കാത്ത എല്ലാവരെയും ഇവരുടെ ഫണ്ട് മേടിച്ചിട്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞാൻ മോദിജിയെ സപ്പോർട്ട് ചെയ്യും. മോദിജി ഏറ്റവും കൂടുതൽ കാലം ഇലക്ടഡ് പ്രൈം മിനിസ്റ്റർ ആയി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. താഴെ നേരെ തിരിച്ചു വന്ന് ചോദിക്കും, നിനക്കൊക്കെ NIA പേടി വന്നു തുടങ്ങിയല്ലേടാ, ED പേടി വന്നു തുടങ്ങിയത്. അങ്ങനെയൊന്നുമില്ല. ഇതിലൊരു സെൻസിറ്റീവ് സെൻട്രിസ്റ്റ് ബാലൻസ്, ഒരു മധ്യവർത്തി നയം വേണം. മോദിജിക്ക് മോദിജിയുടേതായ ഗുണങ്ങളുണ്ട്, മറുഭാഗത്ത് കോൺഗ്രസിന് അവരുടേതായ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലാ പാർട്ടികൾക്കും. ഇത് സമന്വയിപ്പിച്ച് പോസിറ്റീവായി കൊണ്ടുപോകുന്നത്. താങ്കൾ ഒരു സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഇത് എല്ലാവർക്കും സംശയമുണ്ട്. ഞാൻ തിരിച്ചു പറയട്ടെ, എന്നും ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ അതിനർത്ഥം മുസ്ലിം വിരോധി ആവണമെന്നാണോ? അതിനർത്ഥം ക്രിസ്ത്യൻ വിരോധി ആവണമെന്നാണോ? ഞാൻ സിമ്പിളായി പറയാം. ധനുഷിനെ കൺവിൻസ് ചെയ്യുന്നൊരു പോയിന്റ് പറയാം. ഞാൻ പലർക്കും പറയാറുള്ളതാണ്, കേൾക്കേണ്ട പോയിന്റാണ്. നമ്മുടെ ഈ കൊടിയുടെ അർത്ഥം, ഈ കൊടി ഡിസൈൻ ചെയ്യുന്നത് ഏപ്രിൽ 13, 1921 ഇതിലെ കുങ്കുമം കാവിയുടെ അർത്ഥം ഹിന്ദുക്കളാണ്. വെള്ള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളുമാണ്, പച്ച എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. ഇത് അല്ല, ആ പാസ്റ്ററിന്റെ പ്രശ്നം എന്താ അറിയോ? ആ പാസ്റ്റർ അധിക്ഷേപിക്കുന്ന രീതിയിൽ വെള്ളയിൽ വരണം, നമുക്ക് മാത്രമാണ് അശോകചക്രം തന്നെന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. ഇത് ഗാന്ധിജി യങ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് സെർച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഈ ബാലൻസ് ആണ് നമ്മുടെ രാജ്യം. ഇനി ഒരു കൗതുകം കൂടെ പറയാം. കാവി പതാക മാറ്റി ത്രിവർണ പതാക ആക്കിയതിനാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിലൊന്നും. ഇനി ആ കാവി പതാകയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഒരു പക്ഷെ അങ്ങ് അറിയുമ്പോൾ അത്ഭുതപ്പെടും. ഒരുപാട് നാളെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 3 കൊടിയുടെ ഈ സംഭവം actually saffron symbolizes courage, sacrifice and strength. White represents peace, truth and purity. Green fertility, growth and prosperity. ഇങ്ങനെയാണല്ലോ ഇതിപ്പോ ഇങ്ങനെയായി മാറി. ഈ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഈശ്വരള്ള തേരാനാം എപ്പോഴാണ് കയറി വന്നത്? അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഗാന്ധിജി എഴുതി കാണും. ഗാന്ധിജി എഴുതി എന്ന് പറഞ്ഞു. നാളെ ഗാന്ധിജി ഭഗവത്ഗീത മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കണമെന്നുണ്ടോ? ഈ കളർ കോഡ് കൊടുത്തത് ഗാന്ധിജിയാണ്. അതായത് ഈ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത ആളുടെ പേര് പിങ്കാളി വെങ്കയ്യ എന്നാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കും. പിങ്കാളി വെങ്കയ്യോട് ഇത് ഡിസൈൻ ചെയ്യാൻ ഗാന്ധിജി ആദ്യം കൊടുക്കുന്ന കളർ ഒരു കാവിയും പച്ചയും മാത്രമാണ്. ആദ്യം ഒരു കാവി പച്ച, എൻ്റെ എല്ലാ ഫ്ലാഗിന്റെ കളർ ഇരിപ്പുണ്ട്, കാവിയും പച്ചയും മാത്രമാണ്. പിന്നീട് ഗാന്ധിജിയോട് ഒരാൾ പറയും വെള്ളയും കൂടെ വേണം, കാര്യം ബാക്കി ആൾക്കാരും ഉണ്ടല്ലോ, നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമല്ലോ. ഈ ബാലൻസ് ആണ്. ഇനി കൃത്യമായ ഡേറ്റും കൂടെ അല്ലേ പറയണേ, ഈസി ടു റെഫർ അല്ലേ. 13 ഏപ്രിൽ 1921 യങ് ഇന്ത്യയിൽ ഗാന്ധിജി ഇത് എഴുതിയിടുന്നുണ്ട്. ഇനി 2, ഈ ബാലൻസ് ആണ് അയ്യപ്പന്റെ ബാലൻസ്. അയ്യപ്പൻ വെളുത്ത വാവർ. ഇതാണ് RSS പറയുന്ന മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും. ഇതാണ് ഈ രാജ്യത്തിന്റെ ടെംപ്ലേറ്റ്. സംഘത്തിന്, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഏറ്റവും വലിയ ഹിന്ദു പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഉണ്ടാകുന്നത്? അതും ഇന്ദ്രേഷ് ജിയെ പോലൊരു മുതിർന്ന സ്വയം സേവകനാണ് അതിന്റെ ഇൻചാർജ്. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച്, അവരെ ഈസായി എന്നാണ് ഹിന്ദിയിൽ ക്രിസ്ത്യാനികളെ വിളിക്കുന്നത്. ഈസായി രാഷ്ട്രീയ മഞ്ചുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരാളുടെ പേരേ ഉള്ളൂ, അത് അബ്ദുൽ കലാമാണ്. ആരാണ് അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആകുന്നത്? വാജ്പേയിജിയും പ്രമോദ് മഹാജനുമാണ്. ഈ ബാലൻസിലാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. ആ ബാലൻസ് വേണം. അതിന് ഹിന്ദുവും വേണം, മുസ്ലിമും വേണം, ക്രിസ്ത്യാനിയും വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ അയ്യപ്പൻ ബാലൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ രണ്ടായത്? ബംഗ്ലാദേശ് ബാലൻസ് ഇല്ലാതായോണ്ടാണ്. അതായത് ബാലൻസ് ഇല്ലാതായി മറുഭാഗത്ത് വിശ്വാസി അല്ലാത്ത ജിന്ന. ഓർക്കുക, ജിന്ന ഇസ്ലാം മത വിശ്വാസി ആയിരുന്നില്ല, നിരീശ്വരവാദിയായിരുന്നു, പന്നിയിറച്ചി കഴിക്കുന്നവനായിരുന്നു, മദ്യപിക്കുന്നവനായിരുന്നു. ഇതൊക്കെയാണല്ലോ ഇസ്ലാം നിഷിദ്ധമായ, അവർക്ക് ഹറാമായ കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്യുന്ന ജിന്നയുടെ രാഷ്ട്രീയ മോഹത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ജിന്ന നിരീശ്വരവാദിയാണ്, ഇസ്ലാം മത വിശ്വാസിയല്ല. ഇനി 2, മലബാർ കലാപം ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങിയ കലാപം 2ാം ഘട്ടത്തിലല്ലേ ഹിന്ദു ലാൻഡ് ലോർഡ്സിനെതിരെ വരുന്നത്. ആ മലബാർ കലാപത്തെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞെന്ന് അറിയാമോ? ചില മുസൽമാൻ സഹോദരങ്ങളുടെ അതായത് ഭ്രാന്ത് പിടിച്ചു, ആ ഭ്രാന്ത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രതീഷ് വിശ്വനാഥിയൊക്കെ ഗാന്ധിജിയെ തന്നെ കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അംബേദ്കറും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഉണ്ട്. പക്ഷെ അംബേദ്കർ നമ്മൾ ഹിന്ദുക്കളെ കുറിച്ച് ഇതിനെക്കാട്ടി മോശമായിട്ട് പറയുന്നുണ്ട്.
അംബേദ്കർ അത് പറഞ്ഞോട്ടെ, ഹിന്ദുക്കളെ കുറിച്ച് ആർക്കും എന്ത് മോശമായിട്ട് പറയാമല്ലോ. ആരെ കുറിച്ച് അതൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ലല്ലോ. സോ വാട്ട്, അംബേദ്കർക്ക് പറയാം, രാഹുൽ ഈശ്വറിന് പറയാം, ആർക്കും ഹിന്ദുക്കളെ കുറിച്ച് പറയാലോ. ാണ് വ്യത്യാസം. നമുക്ക് നമ്മുടെ സമുദായത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ധനുഷിന്റെ ശ്രദ്ധയുള്ള ഒരു ലൈൻ ഞാൻ പറയാം. ശബരിമല വിഷയം വന്നപ്പോ സംഘത്തിലെ ഒരു വിഭാഗം ആൾക്കാർ, എല്ലാവരും ഒന്നുമല്ല, മൈക്രോ മൈനോറിറ്റിയാണ്, ഇന്നും അവർക്ക് ശബരിമല യുവതികളെ കയറ്റണമെന്നാണ് ആഗ്രഹം. ശബരിമല യുവതികളെ കയറ്റുന്നതിന് അനുകൂലമായിരുന്നു. ചില ആൾക്കാർ അതിനുവേണ്ടി പുസ്തകം വരെ എഴുതി. എന്തുകൊണ്ടാണ്? അവർക്ക് ഒരു വിശ്വാസത്തിലും വലിയ കാര്യമൊന്നുമില്ല. അവർ ഈ നിരീശ്വരവാദ സവർക്കർ ലൈൻ പിടിക്കുന്നതാണ്. വീര സവർക്കർജി നമുക്ക് വേണ്ടി 11 വർഷം ജയിലിൽ കിടന്ന ആളാണ്. പക്ഷെ വീര സവർക്കർജി നിരീശ്വരവാദിയാണ്. പശു സംരക്ഷണത്തിൽ വിശ്വസിച്ചിരുന്നില്ല, നമ്മുടെ ഹിന്ദു ദേവീ ദേവന്മാരിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. പുള്ളിയുടെ ഹിന്ദുത്വം പൊളിറ്റിക്കലും കൾച്ചറലുമാണ്, അതിൽ തെറ്റൊന്നുമില്ല, അതൊരു ധാരയാണ്. പക്ഷെ ഗാന്ധിജി സനാതന വിശ്വാസിയായ, വിവേകാനന്ദൻ സനാതന വിശ്വാസിയായ ഹിന്ദുവാണ്. അറിയാമോന്നറിയില്ല, വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് സെലിബ്രേഷൻസ് നടക്കുന്നത്. ഹിന്ദു സന്യാസിമാർ ഉണ്ണിയേശുവിന്റെ അമ്മയുടെയും മുമ്പിൽ ആരതി ഒഴിയുന്ന, കാവ്യ വസ്ത്രം എടുത്ത് ആരതി ഒഴിയുന്ന 30,000 കോടി ദൈവങ്ങളുടെ തൊട്ടടുത്തൊരു യേശു ക്രിസ്തുവിനെ നമ്മൾ വയ്ക്കുന്നതിൽ എന്താണ് കൗതുകം? അത് അവര് വെക്കട്ടെ, അവിടെയല്ലേ മതേതരത്വം പൂത്തുലയുന്നത്. ചോദ്യം വ്യത്യാസം. നമ്മുടെ തീസമല്ല, അതായത് മറ്റു ദൈവങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയല്ല നമ്മൾ അവരെ ഇതാക്കുന്നത്. വിവേകാനന്ദന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പുസ്തകം ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകമാണ്. വിവേകാനന്ദൻ ക്രിസ്തുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടിയല്ല. കാര്യം അന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും, അന്നും ഇന്നും ഇന്ത്യ 2% ഉള്ളൂ. ബംഗാളിയായ വിവേകാനന്ദന് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിച്ചിട്ട് മധ്യ തിരുവിതാംകൂറിലെ വോട്ടൊന്നും കിട്ടാൻ പോണില്ലല്ലോ. ഇവരൊക്കെ ജെനുവിൻ മതസൗഹാർദ്ദവാദികളായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന ആശയം വേണം. ഇനി തിരിച്ചൊരു കാര്യം കൂടെ പറയാം. ഈ മതസൗഹാർദ്ദം എന്ന ആശയം ആരുടെയാണ്? ഇറ്റ്സ് എ ഹിന്ദു ഐഡിയ. വിവേകാനന്ദ സ്വാമിയാണ് 1893 ഷിക്കാഗോ ലോക മതമഹാസമ്മേളനത്തിൽ ഈ മതസൗഹാർദ്ദം മതമൗലികവാദവും അതൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എപ്പോഴും RSS അല്ലെങ്കിൽ തീവ്ര റൈപ്പിംഗ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് ഇവിടെ സെക്യുലറിസം ഉള്ളത്. താങ്കളപ്പോ അത് ശരിവെക്കുന്ന രീതിയിലാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മുസ്ലിംസ് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ എന്താകും ഇവിടുത്തെ അവസ്ഥ എന്ന് രാഹുൽ ഈശ്വർ ഒന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് വിലയിരുത്തി ഒന്ന് കണ്ടാൽ എനിക്ക് കൊള്ളാം. രണ്ട് കാര്യം അത് കൃത്യമായി ഞാൻ പറയാം. അതായത് 2 കാര്യങ്ങൾ. ആദ്യം തന്നെ അത് കേൾക്കുന്നവരാകെ തെറ്റിദ്ധാരണ ഉണ്ടായാൽ RSS തീവ്ര ഹിന്ദുത്വമാണെന്ന് ഞാൻ പറയാറില്ല. RSS മൃദു സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുസ്ലിം രാഷ്ട്രീയ മഞ്ചുള്ളത്, അതുകൊണ്ടാണല്ലോ ഈസായി രാഷ്ട്രീയ മഞ്ചുള്ളത്, അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയുടെ പാതയിലാണ് പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി പറയുന്നത്. അതുകൊണ്ടാണല്ലോ കാണുന്ന മുസ്ലിം പള്ളികളുടെ എല്ലാം താഴെ പോയി ശിവലിംഗം തിരയേണ്ടെന്ന് RSSന്റെ സർസംഘ് ചാലക് പറയുന്നത്. അപ്പം RSSൽ എന്നും ഒരു മിതവാദ ധാരകളുണ്ട്, എന്നാൽ കുറച്ച് തീവ്ര ഹിന്ദുത്വവാദികളും ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കെല്ലാം അറിയാം. ഇവരെ പലപ്പോഴും RSS അടക്കം അടക്കി നിർത്താനും ഒതുക്കി നിർത്താനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിന്റെ എക്സ്ട്രീം തീവ്രത കൊണ്ടാണ് ഗോഡ്സെ RSS വിട്ടുപോയത്. ഗോഡ്സെ ഒരു കാലത്ത് RSSന്റെ ഭാഗമായിരുന്നു, പിന്നീട് ഗോഡ്സെ വിട്ടുപോയി. RSSന് തീവ്രത പോരാ എന്ന് പറഞ്ഞാൽ വിട്ടുപോയത്. ഇനി ഒരു കൗതുകം കൂടെ ഉണ്ട്. ഗുരുജി ഗോൾവൽക്കർ ഗാന്ധിജിയെ വിമർശിച്ച അല്ലെങ്കിൽ അധിക്ഷേപിച്ച 3-4 പേരെ RSSന്റെ യോഗത്തിൽ നിന്ന് ഇറക്കി വിടുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഇതൊരു ബാലൻസ് ആണ്. അതാണ് ഒന്ന്. 2, നമ്മൾ ഹിന്ദുക്കൾ മൈനോറിറ്റി ആവുന്നെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്തം ഒരമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിക്കണം. ഈ സാറിന്റെ ഒരുപാട് ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് താങ്കളെ കാണുമ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും താങ്കളുടെ പോയിന്റ് ഇതാണെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. അതായത് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? മലപ്പുറത്തെ വെച്ച് ഉദാഹരണം പറയാം. മലപ്പുറത്തെ വെച്ച് ഉദാഹരണം പറയണ്ട, മലപ്പുറത്തെ വെച്ച് ഉദാഹരണം കാര്യമില്ല. മലപ്പുറത്തെ വെച്ച് തന്നെ പറയണം. മലപ്പുറത്തെ വെച്ച് ഇന്ത്യക്ക് എന്നും ഒരു ഡെമോഗ്രാഫിക് ബാലൻസ് വേണം എന്ന് വിശ്വസിക്കുന്ന ആളായിട്ട് ഞാൻ പറയുക. എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വർ അല്ലാതെ ഈ 2.1 ഈ കുട്ടികളും കുടുംബവും നിലനിൽക്കേണ്ട ഒരു മന്ത്ര സ്വഭാവത്തിൽ പറയുന്ന വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതില്ലെങ്കിൽ 100 വർഷത്തിനകം നമ്മൾ ഇല്ലാതാവൂലേ? ഇനി 2, ഈ മുസ്ലിങ്ങളെ കേരളത്തിൽ 5000 വർഷമായിട്ട് നമ്മളിവിടെ ഉണ്ട് സാർ. അല്ല, നമ്മുടെ അന്ന് 2, 3, 4 പിള്ളേരുണ്ടായിരുന്നു, ഇന്ന് പിള്ളേരില്ല. ഇനി 2, ഒരു നിമിഷത്തേക്ക് കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലെന്ന് വിചാരിക്കുക. നമ്മളും ഹിന്ദുക്കളും മാത്രമേ കേരളത്തിലുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത് വളരെ ഭംഗിയായിട്ട് ഞാൻ മലപ്പുറത്തിന്റെ എക്സാമ്പിൾ വെച്ച് പറയാൻ പോകും. അതിനുണ്ടാ 2 കോടി ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്, ഉണ്ടല്ലോ. ഈ കണക്ക് മുസ്ലിമും ക്രിസ്ത്യാനിയും കേരളത്തിൽ ഇല്ലാതിരിക്കും. പുതിയ സെൻസസ് വരട്ടെ. അല്ല, 2 കോടി ഉണ്ട്. അങ്ങനെയാണ് കണക്ക്. 55, 54 പോട്ടെ, 1.5 കോടി 1.25 കോടി എടുത്തു. ഈ കണക്കിൽ പോവുകയാണെങ്കിൽ 100-120 വർഷത്തിനകം കേരളം കാലിയാവും.
കേരളം എം ടി ആവും. കാര്യം ഹിന്ദുക്കളുടെ പ്രജനന നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ് 1.3 ആണ്. അത് തന്നെ സോക്കോൾഡ് മുന്നോക്ക സമുദായങ്ങളിൽ കുറച്ചുകൂടെ കുറവാണ്. അപ്പം നമ്മൾ തകരുന്നത് നമ്മൾ കാരണമാണ്. ഒന്ന്, ഇനി താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യം, മലപ്പുറത്തിന്റെ ഉദാഹരണം വെച്ച് നമുക്ക് അറിഞ്ഞൂടെ? മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് അവരുടെ വീടുണ്ടാക്കിയല്ലോ, ഭവനം പദ്ധതി ഉണ്ടാക്കിയല്ലോ, അതിനും ഗണപതി ഹോമം അവര് വിളിച്ച് പൂജാരിമാരെ വെച്ച് നടത്തിയല്ലേ ഹിന്ദു. അവർക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ? എന്തുകൊണ്ടത് നന്മയായി കണ്ടുകൂടാ? അവരാരെങ്കിലും നന്മയായി കാണുന്നു. ഞാൻ ചോദിച്ചതല്ല, അവരുടെ നന്മയാണ്, നന്മയാണ്, ഞാൻ അംഗീകരിക്കും. നിമിഷത്തേക്ക് അവര് തീവ്രതയുടെ പറയാം. നമ്മളെല്ലാം ചെറുപ്പമായിരുന്നു. ഒന്ന്, ബാബറി മസ്ജിദ് തകർന്ന സമയം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കലാപം ഉണ്ടായി. ബോംബെയിലടക്കം, അതാണ് ഈ ബോംബെ സിനിമയൊക്കെ ആയത്. കേരളത്തിലടക്കം, കേരളത്തിൽ ഒരു പ്രശ്നവും നടക്കാത്തത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും പാണക്കാട് തങ്ങൾ കുടുംബവും അല്ലെങ്കിൽ നമ്മുടെ പരമശിവൻ നമ്മുടെ ഇത് കഴിച്ചതുപോലെ, കാലകൂടം കഴിച്ചതുപോലെ മുസ്ലിം മനസ്സിലുണ്ടായ വിദ്വേഷം അവര് കഴിച്ചോണ്ടാണ്. അവര് വിഭജിച്ചാലും കേരളം വിഭജിക്കപ്പെടരുത്. മുസ്ലിം ലീഗ് അല്ലല്ലോ, അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതല്ലേ. കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ടല്ലോ മുസ്ലിം ലീഗിലെ പ്രതിനിധികൾ അത് ഇഗ്നൈറ്റ് ചെയ്തുണ്ട്. റിപ്പോർട്ടിലുണ്ട് കാര്യം. ചില ആൾക്കാർ എല്ലാ സമുദായത്തിലും തെറ്റ് കാണാം. ബാബറി മസ്ജിദിലെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവർ നാട് വിഭജിക്കപ്പെടരുത്, തങ്ങളുടെ പാർട്ടി വിഭജിക്കപ്പെട്ടാലും എന്ന തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പൊ INL ഉണ്ടായത്. അതായത് മുസ്ലിം ലീഗ് അടിമത്തം കാണിക്കുന്നു, മുസ്ലിം ലീഗ് ശക്തമായി പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് മുസ്ലിം ലീഗിൽ INL എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ, ഇപ്പൊ CPM-ന്റെ കൂടാണ് മുമ്പ്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മുസ്ലിം ലീഗിനെ ചത്ത കുതിജാന്ന് വിളിച്ച നെഹ്റു അല്ലേ? ഈ മുസ്ലിം ലീഗ് എങ്ങനെ ഇവിടെ വന്ന് അവശേഷിച്ചു എന്ന് ചോദിച്ച നെഹ്റു അല്ലേ? ഈ മുസ്ലിം ലീഗ് പാകിസ്ഥാനിലുള്ള മുസ്ലിം ലീഗിന്റെ അവശിഷ്ടമാണല്ലോ, ഈ അവശിഷ്ടമാണല്ലോ ഇവിടെ നമ്മളിവിടെ കിടക്കുന്നത്. അല്ല, അതാണ് പോയിന്റ്. നെഹ്റുജിയുടെ സ്റ്റാൻഡ് തെറ്റാണ്. കോൺഗ്രസ് എടുക്കുന്ന ഈ നെഹ്റുവിയൻ സെക്കുലറിസം അല്ല വേണ്ടത്, ഗാന്ധിയൻ പ്ലൂറലിസമാണ്. അതായത് നെഹ്റുവിയൻ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതം വേണ്ട, വിശ്വാസം വേണ്ട. നെഹ്റുജി നിരീശ്വരവാദിയാണ്, അറിയാമല്ലോ. നെഹ്റുജി നിരീശ്വരവാദിയാണ്, പ്രത്യേകിച്ച് ബ്രാഹ്മണനായിട്ട് ജനിച്ചെങ്കിൽ നെഹ്റുജിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. എന്നാൽ ഗാന്ധിജി വിശ്വാസിയാണ്, രാമഭക്തനാണ്. തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഗീതയെ തൊട്ടോ രാമനെ തൊട്ടോ ആണ് തുടങ്ങുന്നത്. ഇതിന്റെ കാര്യം എന്താ? ഗാന്ധിജി വിശ്വാസിയായ ഒരു ഹിന്ദുവാണ്, നെഹ്റുജി നിരീശ്വരവാദിയാണ്. ഇതാണ് വ്യത്യാസം. അതിൽ ഒരു വ്യത്യാസം കൂടെ പറയാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾക്ക് ദ്രോഹം ഉണ്ടാക്കിയ ആള്, തെറ്റായ അർത്ഥത്തിലല്ല, ശ്രീ രാമസ്വാമി നായിക്കരാണ്. തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പൊളിക്കണം, രാമായണം കത്തിക്കണം, ഗണപതിയുടെ വിഗ്രഹം അടിച്ചു പൊളിക്കണം, പാമ്പിനെയും ബ്രാഹ്മണനെയും കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ അടിക്കണം, പിന്നീട് പാമ്പിനെ അടിക്കാവൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നമ്മുടെ ശ്രീജിത്ത് പണിക്കരൊക്കെ ശരിയായി ചൂണ്ടിക്കാണുന്ന പോലെ നെഹ്റുജി അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇയാൾക്ക് വട്ടാണ്, ഇയാളെ പിടിച്ചിടണമെന്ന്. മഹാത്മാഗാന്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? രാമസ്വാമി നായ്ക്കരുടെ വീട്ടിൽ പോകും. രാമസ്വാമി നായ്ക്കർ ഇനിയും ബ്രാഹ്മണരെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പിണങ്ങും, നിങ്ങളോട് ഞാൻ മിണ്ടൂല. അതായത് നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമളയില് ശ്രീനിവാസൻ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ ഗാന്ധിജി ഒരു രാജ്യത്തെ ഇങ്ങനെ വൈകാരികപരമായിട്ടാണ് ഒന്നിച്ചു നിർത്തിയത്. വേറെ എങ്ങനെ ഈ രാജ്യത്തെ നിർത്തും? ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ തിയറി ഭയങ്കര ഒരു ബുദ്ധിമോശമാണ്. അല്ല, ആലങ്കാരികമായി പറയുന്നതാണ്, അല്ലാതെ എന്ത് ചെയ്യും? പരസ്പരം കലാപം ചെയ്തിരിക്കുന്നവരോട് ഗാന്ധിജി പറയുകയാണ്. നരേന്ദ്രമോദി ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്ക് കണ്ടുകൂടെ? കുഴപ്പമില്ല, നരേന്ദ്രമോദിജിയും ഗാന്ധിയൻ പാതയെ പോണോന്ന് അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള ആളല്ലേ. ഞാൻ പറയട്ടെ, ഗാന്ധി ചെയ്തു, ഗാന്ധി കോൺഗ്രസ് കൊണ്ടുവന്നു, ഗാന്ധി പലതും ചെയ്തു, ഗാന്ധി ഈ ജനങ്ങളെ സഹിക്കാൻ പഠിപ്പിച്ചു, ക്ഷമിക്കാൻ പഠിപ്പിച്ചു. രാജ്യത്ത് എന്തോരം കൂട്ടക്കൊലകളും എന്തോരം ബോംബ് ബ്ലാസ്റ്റുകളും പാകിസ്ഥാൻ തന്നെ നമ്മൾ എന്തോരം ആക്രമണങ്ങളുമാണ് നടത്തിയത്. ഗാന്ധിജിയൊക്കെ കൊണ്ടുവന്ന് വലിയ പ്രസ്ഥാനവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2014 ആയപ്പോ കക്കൂസ് കെട്ടിക്കൊടുക്കാൻ ഒരു പ്രധാനമന്ത്രി വരേണ്ട ഗതികേടായിരുന്നു നമ്മുടെ നാട്ടിൽ. കക്കൂസ് കെട്ടിക്കൊടുത്ത അവിടെയാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പറ്റിയ തെറ്റുകളാണ് ഏറ്റവും പോസിറ്റീവായി. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഇന്നേയുള്ള സ്കീമിൽ എല്ലാവരും അംഗീകരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന സ്കീംസിൽ ഒന്നാണ് ടോയ്ലറ്റ്. അത് റെഡ് ഫോർട്ടിൽ നിന്ന് പറയാനും ധൈര്യം കാണിച്ചു. യൂഷ്വലി റെഡ് ഫോർട്ടിൽ നിന്ന് ആൾക്കാർ പറയുമ്പം ലോക സമാധാനം, അന്താരാഷ്ട്ര തത്വം എന്നൊക്കെയാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ലെന്ന് പറയാൻ മോദിജി കാണിച്ച മഹത്വം കൊണ്ടാണ് മോദിജി ഇന്നും RSSനോടോ BJPയുടെയോ എതിർപ്പുള്ളവർ പോലും മോദിജിയോട് ഇഷ്ടവും ആദരവും കാണിക്കാറുണ്ട്. കാര്യം മോദിജി ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ ഞാൻ അറിയാവുന്ന പോലെ RSSലെ ഒരു വിഭാഗത്തിന് ഗാന്ധിജിയെ ഇഷ്ടമല്ല, പക്ഷെ മോദിജി എല്ലാ സ്ഥലത്തും ചെന്ന് പറയുന്നത് എന്താ? ഇന്ത്യ ഗാന്ധിജിയുടെയും ബുദ്ധന്റെയും നാടാണെന്നാണ്. അല്ല, ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴും കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ, അഖില ഹദിയുടെ കേസിലാണ് താങ്കൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. അവിടെ മുതലാണ് താങ്കളെ ഇവിടെയുള്ള റൈറ്റ് വിങ് ആൾക്കാർ താങ്കൾ ഒരു എന്താ പറയുക, ബ്രൂട്ടസ് ആണ് എന്ന് താങ്കളെ വിലയിരുത്തിയത്. ആ അഖില ഹദിയുടെ കേസിൽ താങ്കൾ അഖിലയുടെ വീട്ടിൽ പോകുന്നു. എന്തുകൊണ്ട് അഖിലയുടെ അമ്മയുടെ ഇത് കണ്ടില്ല? അഖിലയെ കല്യാണം കഴിച്ച ഭർത്താവ് ഇപ്പൊ എവിടെയാണ്? അഖിലയെ അയാൾ ഉപേക്ഷിച്ചു പോയില്ലേ? ആ പെൺകുട്ടിയുടെ ജീവിതം താറുമാറായില്ലേ? വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ താങ്കൾക്ക് അതിനകത്ത് എന്തായിരുന്നു പ്രത്യേക താല്പര്യം എന്നുള്ള ചോദ്യങ്ങൾ വരെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അഖില ഹാദിയുടെ കേസിൽ എനിക്കെതിരെ സുപ്രീം കോടതിയിൽ പരാതിയുമായി പോയത് പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് എനിക്കെതിരെ, എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, പോപ്പുലർ ഫ്രണ്ട് എനിക്കെതിരെ പരാതിയുമായി സുപ്രീം കോടതിയിൽ പോയി.
രണ്ട്, എന്താ ചെയ്തെന്നറിയാം? അവർ പറഞ്ഞതിൽ ഒരു ഭാഗം ശരിയുമാണ്. രാഹുൽ ഈശ്വർ അഖിലാദിയെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. ഞാൻ 3-4 തവണ, ഞാൻ പല വേദികളിലും മുസ്ലിം വേദികളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3-4 തവണ അഖിലാദിയെ കണ്ടു പറഞ്ഞു, മോളെ നീ ശ്രീനാരായണ ഗുരുദേവനെ വായിക്ക്, വിവേകാനന്ദനെ വായിക്ക്, ഗാന്ധിജിയെ വായിക്ക്, നീ മതം മാറില്ല, ഏത് മതവും ആര് പോയാലും കുഴപ്പമില്ല, പക്ഷെ നീ മതം മാറിയ ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാകും, അവിടെ ഈഴവ മുസ്ലിം സ്പർദ്ധ ഉണ്ടാകും, നീ മാറരുത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് അഖിലാദിയെ പോയതെന്ന് ഓർത്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് AR റഹ്മാൻ പോയെന്ന് ഓർത്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കാശുള്ള ഇസൈജ്ഞാനി ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ രാജ മതം മാറിപ്പോയെന്ന് ഓർത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ജയ് എന്ന് പറയുന്ന ഈ അടുത്തിടയ്ക്ക് തമിഴിലെ ഒരാളുണ്ട്? ഇവര് പോകുന്നതെല്ലാം കാശിന് വേണ്ടിയല്ല. ഇവര് പോകുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ആത്മീയ ശൂന്യതയോ വരുമ്പോ അവർക്ക് പിടിവള്ളികളില്ല. നമ്മൾ ചെറിയ പ്രായം മുതൽ ഇവരെ ബൈബിളോ ഖുറാനോ ക്രിസ്ത്യാനിയും മുസ്ലിമും പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഗീതയോ എങ്ങനെ പിടിവള്ളി ഉണ്ടാകും? കാരണം അപ്പുറത്തുള്ള മതങ്ങളെല്ലാം അടിച്ചാൽ തിരിച്ചടിക്കാൻ പഠിപ്പിക്കുമ്പോ ഇവിടെ മഹാത്മാഗാന്ധി പഠിപ്പിക്കുന്നത് അടിച്ചാൽ അല്ലല്ല, ക്രിസ്ത്യാനിയും മുസ്ലിമും പരിശുദ്ധ ബൈബിളും പരിശുദ്ധ ഖുറാനുമാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദു കുട്ടികൾക്ക് ബേസ് ഇല്ല. ഹിന്ദു കുട്ടികൾക്ക് ആത്മീയമായ ബേസ് ഉണ്ടാകും സാർ. ഇവിടെ ഗീതാ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോ ഇപ്പൊ സംഘമാണ്, RSS ആണ്, സംഘിയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങണം. കുറിയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ പുറത്ത്, കാവി മുണ്ടെടുത്ത് നടക്കാൻ പറ്റില്ല. താങ്കളടക്കം അതിനെ പുച്ഛിക്കില്ലേ? കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ബ്രസീലിന്റെ മറ്റേ പതാക വലിച്ചു കീറി എന്ന് പറഞ്ഞു. അതിന്റെ വസ്തുത മനസ്സിലാക്കാതെ താങ്കൾ വലിയ രീതിയിൽ കളിയാക്കുന്നത് ഞാൻ കണ്ടതാണ് വീഡിയോ. ഓരോന്നായിട്ട് എടുത്തു പോവാം. ആര് പുച്ഛിക്കും? ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ പുച്ഛിക്കും. പുച്ഛിക്കുന്ന ആരാ? ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ പുച്ഛിക്കും. നമുക്ക് അവരെയും കൂടെ തിരിച്ചു പിടിക്കണം. ഏതുപോലെയെന്നറിയാമോ? ശങ്കരാചാര്യര് ബുദ്ധിസ്റ്റുകളെ തിരിച്ചു പിടിച്ചതുപോലെ ശങ്കരാചാര്യര് ബൗദ്ധരെയും ജൈനരെയും മാതൃധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പോലെ എന്ന് വിവേകാനന്ദൻ പറയുന്ന പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ 81% നമ്മളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാ. 81% അവർ ഹിന്ദുക്കളാണ്. ഇവരെ ഒരു വിശ്വാസധാരയിലേക്കോ ആത്മീയ പരിപ്രേക്ഷ്യത്തിലേക്കോ കൊണ്ടുവരിക നമ്മുടെ പണി. ഇനി ഒറ്റ വരി കൺവിൻസ് ചെയ്യുന്നേ പറയാം. എന്താണ് ഹിന്ദുക്കളുടെ 5000 വർഷത്തെ ഏറ്റവും വലിയ പ്രശ്നം? ഞാൻ 30 സെക്കൻഡ് പറയാം. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 30 സെക്കൻഡ് ഇതാണ്. ഞാനൊരു ചോദ്യ രൂപേണ ചോദിക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം. പക്ഷെ ആഴ്ചയിൽ ഏത് ദിവസമാണ് ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിയിൽ പോകുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് മുസ്ലിങ്ങൾ അവരുടെ പള്ളിയിൽ പോകുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ഹിന്ദുക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസവും ചെയ്യുന്നില്ലെന്ന അർത്ഥം. എല്ലാ ദിവസവും ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ദിവസവും ചെയ്യുന്നില്ലെന്നാണ്. സാർ, അവന് ചെയ്യാനുള്ള ഒരു സൗകര്യം അവനത് ചെയ്തു തുടങ്ങുമ്പോ തന്നെ ഇവിടെയുള്ള പല പൊളിറ്റീഷ്യൻസും പല മതമൗലികവാദികളും അവർക്ക് ഹാലളകുകയാണ്. നമുക്ക് അല്ല, വേറെ ആരും ഇത് അവർക്ക് ഇവനെ മതം മാറ്റിയെടുക്കണം എന്നുള്ളൊരു ഇത് കൂടെ അതിനകത്തില്ലേ? താങ്കൾ അതെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? ഇല്ലെന്ന് പറയണില്ല. ഒരു ഭാഗം ആന്റി ഫോഴ്സ്ഡ് കൺവേർഷൻ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, ഈ ആശയം കൊണ്ടുവന്ന ആരാന്നറിയോ? മഹാത്മാഗാന്ധിയാണ്. അത് നമ്മുടെ അണ്ണാമലൈ പറയുന്നുണ്ട്. BJPയുടെ തമിഴ്നാട് മുൻ പ്രസിഡന്റ് ആയിരുന്ന, എനിക്ക് വളരെ ഇഷ്ടമുള്ള, എന്നെ ഫോളോ ചെയ്യുന്ന, ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അണ്ണാമലൈ. ആദ്യമായിട്ട് ആന്റി ഫോഴ്സ് കൺവേർഷൻ ലോ വേണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയാണ്. അറിയുമോന്നറിയില്ല, മഹാത്മാഗാന്ധിയുടെ മോൻ ഇതേപോലെ നിർബന്ധിത മതപരിവർത്തനം ചെയ്ത ആളാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച ഗാന്ധിജിയുടെ മകനായ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി അന്നത്തെ ഇസ്ലാമിസ്റ്റുകൾ അതിനെ ഏറ്റവും എതിർത്തത് മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള ആൾക്കാരാണ്. ഹരിലാൽ അവസാനം തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഗാന്ധി മൈ ഫാദർ എന്ന വിനോദ് ഖന്നയുടെ സിനിമയൊക്കെ ഉള്ളത്. അപ്പം നിർബന്ധിത മതപരിവർത്തനം ഉണ്ടോ? ഉണ്ട്. അതാണ് മറിയം, അതാണ് സോണിയ സെബാസ്റ്റ്യൻ, അതാണ് നിമിഷ ഫാത്തിമ. പക്ഷെ അത് നമ്മൾ 32,000 എന്ന് കേരള സ്റ്റോറി എടുക്കല്ലെന്നേ ഉള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യം സാർ, എമ്പുരാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അയക്കില്ല. ഇവിടെ കേരള ക്രൈം ഫയൽസ് വന്നപ്പോ ആർക്കും കുഴപ്പമില്ലായിരുന്നല്ലോ. കേരള സ്റ്റോറി വന്നപ്പോ എന്തിനാണ് ഇത്ര ആരെയും മോശമാക്കണ്ട. ഇനി ഞാൻ എന്റെ ഒറ്റ മിനിറ്റ് തീർക്കാം. യഥാർത്ഥത്തിൽ ഒറ്റ വരിയിൽ നമ്മുടെ സൊല്യൂഷനും പറയാം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച, ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച ആത്മീയ സത്സംഗം വേണം. ഇത് കേൾക്കുമ്പോൾ ഒരു സെക്കുലർ പിച്ചുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും മതേതരവാദികളും മതസൗഹാർദ്ദവാദികളും കോൺഗ്രസ്സുകാരും അല്ല ശരിയാണ്. ഇത് കാര്യം അവർക്കും ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനും ഉണ്ടല്ലോ, നമുക്കും കൂടെ വേണം. ക്രിസ്ത്യാനിക്ക് ഞായർ, മുസ്ലിമിന് വെള്ളി, നമ്മൾ ഹിന്ദുക്കൾക്ക് ശനി. 1. 2. 5 വയസ്സ് മുതൽ ഹിന്ദു കുട്ടികളെ ആത്മീയ പഠനം, ഗീതാ പഠനം, ആത്മീയ പഠനം, നമ്മുടെ പുരാണങ്ങൾ, ഹിന്ദു സംസ്കാരം ഇവയെ പരിചയപ്പെടുത്താൻ ആഴ്ചയിൽ 2-3 മണിക്കൂർ മാറ്റിവെക്കുക. 3. നിർബന്ധമായിട്ട്, അടുത്താണ് ഞാൻ ഈ കേൾവിക്കാർക്ക് വേണ്ടിയാണ്, ഞാൻ ധനുഷിനോടും നിർബന്ധമായി പറഞ്ഞ കാര്യമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം. നമ്മുടെ ഹിന്ദു കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. 80 to 85% ഫാമിലി ബ്രേക്ക് ഡൗൺസ്, കുടുംബ തകർച്ചകൾ നടക്കുന്നത് നമ്മൾ ഹിന്ദുക്കളിലാണ്. യഥാർത്ഥത്തിൽ ഇതും കൂടെ ചെയ്യണം. കാര്യം കല്യാണമില്ല, കുട്ടികളില്ലെങ്കിൽ സമുദായം നിൽക്കൂ.
നമുക്ക് ലോകത്തിലെ എല്ലാ ഫിലോസഫി ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ കുട്ടികൾ ജനിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ നിലനിൽക്കൂ. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങൾ, 1 ശനിയാഴ്ച സത്സംഗം, 2 ആത്മീയ പഠനം ചെറിയ 5 വയസ്സ് മുതൽ കുട്ടികൾക്ക്, 3 വിവാഹപൂർവ്വ വിദ്യാഭ്യാസം. ഈ 3 കാര്യങ്ങളും ശരിയാക്കിയില്ലെങ്കിൽ 100 വർഷത്തിനും അപ്പുറം നിലനിൽക്കില്ല. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് നിലനിൽക്കില്ല.